എൻ്റെ സാറേ അവൾ വീട്ടിൽ വന്നിട്ട് 12 ദിവസമായി. എൻ്റെ അമ്മയെ നോക്കാൻ വന്നതായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു, കോട്ടയം മെഡിക്കൽ കോളേജിൽ. ഞാൻ വെള്ളിയാഴ്ച അന്ന് വന്ന് 1 മണിക്കൂർ കഴിഞ്ഞിടം തൊട്ട് ചിട്ടിക്കാരാന്നും പറഞ്ഞുകൊണ്ട് ഹിസാബുകാരാന്നും പറഞ്ഞുകൊണ്ട് 2 പയ്യന്മാർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവൾ തിങ്കളാഴ്ച വരും, നിങ്ങൾക്ക് എന്ത് ഏർപ്പാടുണ്ടെങ്കിൽ പൈസ കൊടുക്കാമെന്നും പറഞ്ഞു. ഞാൻ അവിടെ കയ്യിൽ 3000 രൂപയും കൊടുത്തു. അവൾ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവന്മാർക്ക് ഇപ്പോൾ വേണമെന്ന് പറഞ്ഞു. 2-3 ഇടത്ത് പോയപ്പം പൈസ ഇട്ട് കൊടുക്കാൻ ആരുടെയും കയ്യിലില്ല. അപ്പോൾ അവൾ പറഞ്ഞ് തിങ്കളാഴ്ച എന്ന് ഞാൻ അങ്ങോട്ട് തരാമെന്ന്. ഈ ചാനലുകാർ വന്നിട്ട് ഈ പയ്യന്മാരെ 2നെയും വീട്ടിൽ തടഞ്ഞ് നിർത്തി വെച്ചിരുന്നു. അതിൽ മൂത്ത പയ്യനാണെങ്കിൽ എറണാകുളത്തെ ഒരു ജോലിക്ക് പോകാനായിട്ട് 10:30 ഇറങ്ങേണ്ടതാണ്. ആ പയ്യനെയും തടഞ്ഞു വെച്ചു, ഇളയ പയ്യനെയും തടഞ്ഞു വെച്ചു. 4 മണി വരെ അവരവിടെ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഓഫീസറെ വിളിച്ചു. റെക്കോർഡ് ഇല്ലാത്ത ഫോണായിരുന്നു എൻ്റെ അനിയത്തിയുടെ. ഞാൻ ആ ഓഫീസറെ വിളിച്ച് പറഞ്ഞു ഞങ്ങളും ഉണ്ട്, കൈപ്പട്ടൂർ കൊണ്ടുവന്ന് പൈസ അടയ്ക്കാം. ആ കുഞ്ഞുങ്ങളെ വിടാൻ പറഞ്ഞപ്പോൾ പൈസ അടയ്ക്കാതെ അവർ വിടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞ് ഞാൻ 2 ആൺപിള്ളേരും തന്തയും തള്ളയും ഈ 1 മാസത്തിൽ അടച്ചു തീർത്താൽ മതിയല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പൈസ അടച്ചോളാം, മക്കളെ നിങ്ങൾ പോയിന്. 70,000 എങ്ങാണ്ടാ എടുത്തേന്ന് പറഞ്ഞു. 70,000 രൂപയ്ക്കാണ് ഇപ്പോൾ 3 അംഗങ്ങളുടെ ജീവൻ തുലാസം എടുത്ത് മേടിച്ചിട്ടേ പോകത്തുള്ളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ വയ്യാതെ കിടക്കുന്നു, ഞാൻ വയ്യാതെ കിടക്കുന്നു, ഇത് കൊണ്ടുവന്ന് തിങ്കളാഴ്ചയെന്ന് നിങ്ങളുടെ പൈസ അടയ്ക്കാം. ആണ്ട് ആ പൈസയും ഇവിടെ ഉണ്ട് കേട്ടോ, ആ പൈസയും ഉണ്ട്. ഞാൻ പൈസ അടയ്ക്കാമെന്നും പറഞ്ഞു വന്നപ്പോഴാണ് രാവിലെ മരണം ഇത് കഴിഞ്ഞ്. ആ 2 പിള്ളേരെ ആക്ഷേപിച്ച് ഞങ്ങളുടെ കുടുംബം തകർത്തു. ഞങ്ങൾക്കിതിന് എന്തെങ്കിലും ചെയ്യാതെ കണ്ട് ഈ ശവം അടക്കത്തില്ല, ആ ബാങ്കിൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കും. എൻ്റെ കൂടപ്പറപ്പാ പോയി, എനിക്കിനി ആരുമില്ല, എൻ്റെ അമ്മ ഇല്ല, എൻ്റെ അമ്മ വയ്യാതെ തളർന്നു കിടക്കുക, ഇവള് വേണം ഞങ്ങളെ നോക്കാൻ. ഈ 2 കുഞ്ഞുങ്ങൾ തന്തയും ചെറുക്കനും സീരിയസ് ആയിട്ട് കിടക്കുന്നതിന് ഇവരെ ആര് നോക്കും? മറ്റവൻ എവിടാന്ന് പോലും അറിയത്തില്ല. അവൻ ഫോൺ എടുക്കുന്നില്ല, ഏത് നാട്ടിൽ പോയെന്നറിയത്തില്ല. തള്ളയോട് പറഞ്ഞു ആഭരണങ്ങൾ ഇത് ലീലയുടെ എൻ്റെ വീട്ടിൽ നിന്ന് വന്ന വരവ് ഞാനിപ്പോൾ കാണുന്നത് ഇതിനകത്ത് കിടക്കുന്നതാ. ഇന്ന് രാവിലെ തിരിച്ച് വീട്ടിൽ വരാമെന്നും പറഞ്ഞ് വന്നതാ ലോൺ അടച്ചു വെച്ച്. ഇനി ഒരു കുടുംബത്തിന് ഇങ്ങനെ വരരുത്.